ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദിലു മെഹ്നാസ് GB സീരീസ്. ഇന്ന് ഞാൻ വന്നത് സാമ്പാർ കായവും സാമ്പാർ പൗഡറൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായി ഞാനിവിടെ ഒരു ചെറിയ സവാള, ഒരു പച്ചക്കായ, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും സാധനം എടുത്തിന്. നിങ്ങളെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ചാൽ അതെടുക്കുക. ഇനി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പരിപ്പും ഒരു സവാളയും ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി. പിന്നെ ഞാനിവിടെ 1/4 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് എല്ലാ പച്ചക്കറികളും എല്ലതും കൂടെ കൂടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിതാ ഇവിടെ എൻ്റെ കയ്യിലുള്ളതെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തണ്. ഇനി അതിലേക്ക് ആവശ്യമായ വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാൻ വെജിറ്റബിൾസ് മുങ്ങിയ രീതിയിലുള്ള വെള്ളം ഒഴിച്ചിന്. ഇനി കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെജിറ്റബിൾസ് വേവുന്ന ടൈമിൽ നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയെ വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ ഈ ഒരു കളറിലായി വന്നാൽ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. നിങ്ങൾ മുളക് പൊടി ചേർക്കുന്നുണ്ട് എങ്കിൽ ഈ ചുവന്ന മുളക് ചേർക്കണ്ട കേട്ടോ. അവസാനം മുളക് പൊടി ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം. കൂടെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ വറുക്കുമ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചുവന്ന മുളക് ചേർത്ത് കൊടുത്തതിനാൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഈ ടൈമിൽ ചേർത്തോളൂ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അതിലേക്ക് ചേർക്കാനായി കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിന്. വറുത്ത് വെച്ച തേങ്ങ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പുളി എടുത്ത് പിഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. പുളി ഒഴിച്ച് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ ചുഴറ്റിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിന്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പിന്നെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കറിയെ നമുക്കൊന്ന് തൂമിച്ചെടുക്കാം. അതിനു വേണ്ടി ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിന്. ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്ന് പൊട്ടി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക്, അതും പൊട്ടി വരുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മളെ ഈസിയും ടേസ്റ്റിയുമായ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാമ്പാറിൻ്റെ അതേപോലെ തന്നെയാണ് ഈ കറി. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക് യു. ബൈ ബൈ.